നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് അങ്കിത്തിന്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമീർക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമീർക്ക എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട്. ആസിഫ് ഖാനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. സുരാജേട്ടൻ അഴിഞ്ഞാടിയേക്കുന്ന ഒരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ് ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പൊ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. അതെ അതെ, സമ്മതിക്കുന്നില്ല സുരാജേട്ടൻ. അല്ലാതെ അറിയാം, തൊട്ട് മുന്നേ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതില് ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോ സുരാജേട്ടൻ ചെറിയൊരു അസൂയ കിട്ടിയിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ പകരം വീട്ടി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജേട്ടനും ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെലിഞ്ഞാന്നാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളിവിടെ പോകുന്നത്. അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജേട്ടൻ പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് തിയേറ്ററിൽ വലിയ വിജയം നേരത്തെ ഇന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ലോഞ്ച് ഫംഗ്ഷന് അങ്കിത്തിനും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തും നമ്മൾ പല പല ഫാഷനാണ് കേട്ടോ ഓരോന്ന്, അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? ഇപ്പൊ അങ്ങനെയല്ല. ഇന്നിപ്പോ ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടി വന്ന വരവാണ്. ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാളെ മറയ്ക്കാൻ തുണിയെടുക്കുന്നു എന്നുള്ള. എല്ലാവർക്കും നമസ്കാരം. ഇഡി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടീം എടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 ഇറങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ ഇറ്റ് മീൻസ് എ ലോട്ട്. ബിജുചേട്ടൻ്റെ ആ ഒരു പ്രസൻസ്. വേറൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നു ഇല്ല? ഓക്കെ. സോ എനിവേ നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴും മലയാളം സിനിമയിലെ മാജിക്കുകൾ കൊണ്ടുവരുന്ന മാജിക് ഫ്രെയിംസും ഉല്ലാസ് സിനിമാസും പോലെ ഈ വരുന്ന 20-ാം തീയതി റിലീസ് ചെയ്യുന്ന ഇഡി, ശ്രീ ആമിറിന്റെ ഇഡി, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ എന്നോട് ഇതിന്റെ പ്രൊഡ്യൂസർ ഒരാളായ ശ്രീ സുരാജ് വിളിച്ചു പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയും അത്രത്തോളം എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു വർക്കുമായിട്ട് ഇത് തോന്നിയൊരു സിനിമയാണ് ഇഡി. നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാമീപ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2-3 ഡയമെൻഷൻസ് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലുണ്ട്. അതുപോലെ എനിക്കും എൻ്റെ ക്യാരക്ടറിലുമുണ്ട്. ഗ്രേസിനുണ്ട്, ശ്യാമിനുണ്ട്, വിനീതിനുണ്ട്. എല്ലാവർക്കും നല്ല വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമാണ് ശ്രീ ആസിഫ് എഴുതിയതും ശ്രീ ആമിറിന്റെ നല്ല ഗൈഡൻസോടെ പുറത്തുകൊണ്ട് വരാൻ കഴിഞ്ഞത്. എന്തായാലും ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഇഡി ആൻഡ് താങ്ക് യു ഓൾ. And we are all eagerly waiting for December 20th.
ബിസിനസ് സ്റ്റീഫന് പ്രത്യേകം താങ്ക്സ്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയ താങ്ക്സ് ശ്രീ ആനന്ദിനും ശ്രീ സുരാജിനും എന്നാകുന്നു. താങ്ക് യു. എനിക്ക് തോന്നി ഞാൻ സാധാരണ പോലീസെല്ലാം കൊണ്ടാ വേറെ പരിപാടികളൊന്നും വരാറില്ല. അപ്പൊ ഞാനിപ്പോ അടുത്ത് ഡബ് ചെയ്യുമ്പോ നമ്മുടെ കൂടെ വിളിച്ചു. ഏതാ പടത്തിന്റെ പേര് പറഞ്ഞു? പോലീസാ അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല പടത്തില്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നു തുടങ്ങി. ഈ സിനിമയില് എന്റെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഡേറ്റിന്റെ ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്നു വിചാരിച്ച് ഞാൻ വാങ്ങിട്ട് തിരിച്ചു വന്നു. ഇതെങ്ങനെ പോയെങ്ങനെ പണി കഴിഞ്ഞാൽ നമ്മുടെ. അപ്പൊ താങ്ക് യു എല്ലാവരും കേട്ടോ. ഓക്കെ, താങ്ക്സ്. ഒരു പ്രത്യേക സംസാര ശൈലിയിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ. വലിയൊരു നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക്സ്. ഈ സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. ഓർക്കപ്പുറത്താണ് എനിക്ക് വിളി വന്നത്. ഇവരെ ഞാൻ സന്തോഷത്തോടെ ചെന്നു ആമരനോട് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സുരാജ് സാർ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഏഡിയൻ്റെ ഡയലോഗ് അദ്ദേഹം എനിക്ക് പറഞ്ഞത്. അതായത് ഇത്രയും നമ്മൾ ഇത് പറയല്ലേ, ഇത്രയും നമ്മൾ ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് അഭിനയിക്കാൻ. അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്തു ആക്ടിങ്ങിൻ്റെ. അത് എൻ്റെ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊരു വലിയ അനുഭവം. നന്ദി സാർ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറെ ഇവിടെ ഇപ്പോഴാണ് മനസ്സിലായി. അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവം. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഡബിങ്ങിന് പോയപ്പോൾ കണ്ടു. മാത്രമല്ല ഈ കഥയൊക്കെ പറഞ്ഞപ്പോഴും ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ്. അന്ന് ആ കഥയിൽ നല്ല യുക്തിയുണ്ട്. സാറിൻ്റെ ഒക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് തന്നെ നാടകത്തിലുള്ള പരിചയത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഗംഭീര പെർഫോമൻസാണ് സുരേഷ് സാർ. എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ നിർബന്ധമായി സ്വീകരിക്കേണ്ട സിനിമ, അല്ലാതെ തള്ളിക്കളയേണ്ട സിനിമയല്ല. എന്തായാലും നല്ല അനുഭവം തന്ന അമർ സാറിന് ഇതിൻ്റെ എല്ലാവർക്കും ഇദ്ദേഹം കരമന സുധീർ കരമൻ സാർ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും എല്ലാവരോടും നന്ദി. പിന്നെ ഗ്രേസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്, ഞങ്ങൾ കൊച്ചിക്കാരെ അമ്മ വഴി കൊച്ചിയിൽ. അപ്പോൾ അതും അവരൊക്കെ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നു. സിനിമ നന്നാവണം. അടിപൊളി. താങ്ക് യു. താങ്ക്സ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രശ്നമൊന്നുമില്ല. സത്യത്തില് രണ്ടുപേരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. വേറെ ആരുമില്ല. ഒന്ന് ഞങ്ങളുടെ ലിസൺ സാറ്. ഏകദേശം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ മാജി ഫിലിംസിൽ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെട്ടപ്പോൾ സാറ് ചോദിച്ചു, സന്തോഷേ നിന്റെ എക്സ്പയറി ഡേറ്റിന്റെ അന്ന് വരെ നിനക്കൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജി ഫിലിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ആ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് കാലക്രമേണ സാറ് തെളിയിച്ചു തന്നത്. നമ്മളെ കുറിച്ചൊരു എന്താ പറയുക, ഒരു വലിയ കുളമാണെങ്കിൽ കുളത്തോട് തള്ളിയിടും, പിന്നെ നമ്മൾ നീന്തി കയറും. അങ്ങനെ ഞങ്ങളെ കുറേ പേരെ സാറിങ്ങനെ തള്ളിയിട്ടിട്ടുണ്ട് ഞങ്ങളുടെ മാജി ഫിലിംസിലെ സ്റ്റാഫിൽ. അതുകൂടാതെ എനിക്ക് അടുത്തായിട്ട് നന്ദി പറയാനുള്ളത് സുരാജേട്ടനാണ്. സുരാജേട്ടൻ്റെ ആസ് എ ബ്രദർ എന്ന പോലെ പലപ്പോഴും വഴക്ക് പറയും, സന്തോഷമാണ് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ ലിസൺ സാറിൻ്റെയും സുരാജേട്ടൻ്റെയും 2 എസിലൂടെയാണ് ഈ സിനിമ നടന്നത്. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.